Stop it! Hello. Just a minute. Congratulations. റാങ്ക് കിട്ടിയെന്നറിഞ്ഞു. നീ എന്താ ഇവിടെ കാണിക്കുന്നത്? എന്താ വിളിച്ചത്? നീ എന്നോ? നിങ്ങളുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടിരിക്കുന്നത്? നോൺസെൻസ്. വീണേ, നിനക്ക് എന്ത് സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ ഫ്രണ്ട്സ് ഡാൻസ് ചെയ്യുന്നു. വേണ്ട, നീ മറ്റുള്ളവരൊപ്പം ഡാൻസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം തുള്ളാൻ ഞാനൊരു കളിപ്പാവൊന്നുമല്ല. വീണേ, നീ കഴിഞ്ഞതെല്ലാം മറന്നോ? നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ വരെ നിശ്ചയിച്ചിരുന്നല്ലേ? കോളേജിൽ പഠിക്കുമ്പോ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. അതൊക്കെ കയറി അങ്ങ് വിശ്വസിച്ച് അതിൽ മയങ്ങി വീണ നിങ്ങൾ ശരിക്കും ഒരു വിഡ്ഢി തന്നെയാണ്. യുവർ കോളേജ് ലൈഫ് ഈസ് ഓവർ. പക്ഷേ എനിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏറ്റവും പുതിയ കൂട്ടുകാരുമായി ഞാൻ കൂട്ടുകൂടും, ഡാൻസ് ചെയ്യും, അങ്ങനെ പലതും ചെയ്യും. ഇവരൊക്കെ എന്നെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. Stop it. അത് പറയേണ്ടത് ഞാനാണ്. അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറി വന്നതും പോരാ, എന്നോട് ശബ്ദിക്കരുതെന്നോ? Now you can go. പോയ കാര്യങ്ങളൊക്കെ എന്തായടാ? നീ ഉച്ചയ്ക്ക് ഉണ്ടിട്ടാണോ വന്നത്? ലക്ഷ്മി, എന്താ അമ്മേ? നീ ഇവന് വല്ലതും കൊടുക്ക. എനിക്കൊന്നും വേണ്ട. നീ എന്താ വല്ലാതിരിക്കുന്നേ? അമ്മേ, ഞാൻ അമ്മയോട് ഒരു കാര്യം പറയട്ടെ? എന്താ മോനെ? ഇത്രയും തളർന്ന അവസ്ഥയില് നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. അമ്മയുടെ ആഗ്രഹത്തിനെതിരായി ഈ മോൻ ഇനി ഒന്നും ചെയ്യൂലമ്മേ. എന്റെയും ലക്ഷ്മിയുടെയും വിവാഹം ഉടനെ നടത്തി തരണം. മോനെ, ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കാണും. ശരി സർ, താങ്ക്സ്. വരണം. ഇരിക്കൂ. ഇത് ലക്ഷ്മി. കണ്ണിന് കാഴ്ചയില്ല. എത്ര കാലമായി തുടങ്ങിയിട്ട്? കുട്ടിക്കാലത്തെ ഞങ്ങൾ ഓടിക്കളിച്ച് വളർന്നവരാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ലക്ഷ്മി 6ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഒരു ദിവസം കണ്ണിന് ചെറിയൊരു മങ്ങല് തോന്നി. ക്രമേണ അത് വലുതായി. ഒടുവിൽ ലക്ഷ്മിയുടെ കാഴ്ച ക്രമേണ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ പാവങ്ങളായിരുന്നതിനാൽ വലിയ ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാൻ ഞങ്ങൾക്കന്ന് കഴിഞ്ഞില്ല ഡോക്ടർ. എത്ര കാലം ആയെന്ന് പറഞ്ഞില്ലല്ലോ. 7 വർഷമായി. വൈഫാണല്ലേ? അതെ ഡോക്ടർ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അടുത്തൊരു ഓഫീസ് ജോലി ചെയ്യാണ്.
വെരി ഗുഡ്. നിങ്ങളെപ്പോലുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ബട്ട് എന്താ ഡോക്ടർ? ചികിത്സ കൊണ്ടൊന്നും ഈ കുട്ടി കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. എന്ന് കരുതി പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുമില്ല. ആരെങ്കിലും കണ്ണ് ഡൊണേറ്റ് ചെയ്താൽ ഈ കുട്ടി കാഴ്ച തിരിച്ചു കിട്ടും. അതിപ്പോ അങ്ങനെ സന്മനസ്സുള്ളവരുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവരം അറിയിക്കാം. ഓക്കെ? താങ്ക് യു ഡോക്ടർ. ലക്ഷ്മി, നമുക്ക് പോവാം. ചേച്ചി ചേച്ചി, ഒരു കത്തുണ്ട്. ആരുടെ കത്താടാ? അറിയില്ല, ഉണ്ണിയാനുള്ളതാ. നീ ഒന്നിങ്ങി വന്നേ. എന്താ ചേച്ചി? നീ 8-ലല്ലേ പഠിക്കുന്നത്? അതെ. നിനക്ക് വായിക്കാൻ അറിയാമോ? അറിയാം. അപ്പ ആ കത്തൊന്ന് പൊട്ടിച്ചു വായിച്ചേ. ഉണ്ണിട്ട് വന്നിട്ട് വഴക്കുണ്ടാക്കില്ലേ? പോടാ പൊട്ടാ, നിനക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ വായിച്ചോളാം. പക്ഷെ കത്ത് പൊട്ടിച്ചത് ഞാനാണെന്ന് ഉണ്ണിയോട് പറയല്ലേ? ഞാൻ പറയില്ല, നീ അവിടെ നിന്ന് വായിച്ചാ മതി. എന്റെ ഉണ്ണിയേട്ടന് വീണ എഴുതുന്ന കത്ത്. നിർത്തണം. എന്താ നീ വായിക്കുന്നത്? ഇതിൽ എഴുതിയിരിക്കുന്ന വായിക്കുന്നത്. ഇപ്പൊ വായിക്കണോ? വായിക്ക. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ തന്നെ കൂടിയോ? എന്താ ഒന്ന് വീട് വരെ വരാത്തത്? നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആ കണ്ണുകുട്ടിക്ക് ഒന്നും അറിയില്ല. പാവം. എനിക്ക് വിശേഷങ്ങളൊന്നുമില്ല. ഡാൻസും പാട്ടും സുഹൃത്തുക്കളുമായി ചുറ്റിയടിക്കാണ്. നേരം പോണെന്ന് അറിയുന്നതേ ഇല്ല. വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന സ്വന്തം വീണ. ആരാ ചേച്ചി ഈ വീണ? എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അയ്യേ, വാ നമുക്ക് പോ. ലക്ഷ്മി, ലക്ഷ്മി, അമ്മേ, കുടിക്കാൻ കുറച്ച് വെള്ളം. നീ എവിടെ ആയിരുന്നല്ലോ എത്ര നേരം? എന്താ അമ്മ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? നിന്നെ കുറിച്ച് ഞാൻ നല്ലതേ ചിന്തിച്ചിട്ടുള്ളൂ. നീ കോളേജിൽ പോകുമ്പോഴും ചീത്തയാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ആദ്യം നീ വൈമനസ്യം കാണിച്ചപ്പോഴേ ഞാൻ സംശയിച്ചതാ. പക്ഷെ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തിയ ശേഷവും മറ്റൊരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന നിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? നീ എന്റെ വയറ്റിൽ പറക്കേണ്ടവനല്ലായിരുന്നു. അമ്മ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അമ്മ ഈ പറയുന്നത്? നിനക്ക് മനസ്സിലാവില്ലടാ. ഇത് നോക്കടാ. അമ്മ ഇത് ചതിവാണമ്മേ. അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഇതും വിശ്വസിക്കേണ്ടി വന്നു. അമ്മേ, അമ്മയെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കോളേജിൽ പഠിക്കുമ്പോ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ഞങ്ങൾ പിരിഞ്ഞതുമാണ്. ഇത് സത്യമാണമ്മേ, ഇത് സത്യമാണമ്മേ. മിസ്റ്റർ ഉണ്ണികൃഷ്ണനല്ലേ? അതെ, ഡോക്ടർ ശിവരാജാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ വൈഫ് ലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു ഡോക്ടർ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇരിക്കൂ. എങ്ങനെയുണ്ട് ഡോക്ടർ ലക്ഷ്മിക്ക്? ഓപ്പറേഷൻ സക്സസ് ആണോ? വിഷമിക്കാതിരിക്കും, എല്ലാം ശരിയാകും. ലക്ഷ്മിയുടെ ബോധവും തെളിഞ്ഞോട്ടെ. ഉണ്ണികൃഷ്ണൻ ധൈര്യമായിട്ട് പോയിക്കോളൂ. താങ്ക് യു ഡോക്ടർ.
ആ മെല്ലെ കഴിക്കും. ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് നിൽക്കൂ. ലക്ഷ്മിക്ക് ഇതാരാണെന്നറിയാം? അറിയാം, എന്റെ ഉണ്ണിയേട്ടൻ. ലക്ഷ്മി, ഇതാണ് നിനക്ക് കണ്ണിൽ തന്ന ഡോക്ടർ. ഇനി ഒരു കുഴപ്പവും വരില്ല. ഒരാഴ്ചക്കകം ലക്ഷ്മിക്ക് വീട്ടിലേക്ക് പോകാം. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഡോക്ടർ. തൽക്കാലം റെസ്റ്റ് എടുക്കും. ഞാൻ പിന്നീട് വന്ന് കാണാം. ഓക്കെ ഡോക്ടർ. ഇല്ല, ഇന്ന പ്രശ്നമില്ല. ഓക്കെ, വിട്ടാ മതി. എനിക്ക് എവിടെങ്കിലും ഒന്നിരിക്കണം. മരത്തിന്റെ മുകളിലിരിക്കാം. വീഴാ പിടിച്ചോ. ഇല്ല, നല്ലോണം വീഴല്ലേ. താങ്ക് യു സോ അങ്ങനെയാണ്. എന്താ 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 ഇത്? നിങ്ങൾ പോക്കോളൂ, ഞാൻ നോക്കിക്കോളാം. വാടാ നമുക്ക് പോവാം. എന്താ സാർ ഇത്? ആരെങ്കിലും കണ്ടാൽ? വരൂ സാർ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, വരൂ സാർ. വേണ്ട. സാറിന്റെ ഉണ്ണികൃഷ്ണനല്ലേ സാർ വിളിക്കുന്നത്? പ്ലീസ് വരൂ സാർ. ശരി. സാർ സാർ, വീടെത്തി. വീടെത്തി. പതുക്കെ, പതുക്കെ, പതുക്കെ. ഓക്കെ. സാർ, ഞാൻ പൊക്കോട്ടെ? കേറുന്നില്ലേ? ഇല്ല സാർ, എനിക്ക് വീണയെ ഫേസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കേറുന്നില്ലല്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? എനിക്കെല്ലാം അറിയണം. വീണ നിങ്ങളുടെ ആരാ? ഇത്രയും കാലം എന്നിൽ നിന്നെല്ലാം മൂടി വെച്ചു. കുരുടിയല്ലേ, എന്തു ആകാലോ. ഇനി ആരെങ്കിലും ഒരാൾ മതി. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. ലക്ഷ്മി, ഞാൻ എല്ലാം നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമല്ലോ. ഛേ, എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഓഫീസിൽ നിന്ന് വന്ന ഡ്രസ്സ് മാറാൻ പോലും അനുവദിക്കില്ലല്ലോ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം എന്താ ഇത്? ഞാനിത് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ? കുന്തം, എന്ത് നാശമായത്!